ॐ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. നമ്മളുടെയൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലെ മാനസിക ആരോഗ്യത്തിനെ നമ്മുടെ കുടുംബം, നമ്മുടെ വീട് എത്രത്തോളം സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ ആരും പറയാതെ തന്നെ നമുക്കൊക്കെ അറിയാം. നമ്മൾ ഈ കാര്യം പറയുമ്പോഴത്തേക്കും ചിലർക്കൊക്കെ ഓർമ്മ വരുന്നത്, ചിലരൊക്കെ പറഞ്ഞിട്ടുള്ളത്, പല സ്ഥലങ്ങളിലും നമ്മുടെ കുടുംബം എന്നുള്ളൊരു കൺസെപ്റ്റിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഓ കേട് ചെന്നാലും മതി എന്ന് പറയും. അതായത് മാനസികാരോഗ്യത്തിനെ അത്രയ്ക്ക് സ്വാധീനിക്കുന്ന കാര്യമാണെങ്കിൽ പോലും വീട്ടിൽ ചെന്ന് കയറിയ സ്വസ്ഥത ഇല്ല, സമാധാനം ഇല്ല, അങ്ങനെയുള്ള ഒരു ചുറ്റുപാടല്ല അവിടെ എന്ന് പറയുന്ന ഒത്തിരി പേരെ നമുക്കറിയാം. നമ്മളിൽ ചിലർക്ക് അങ്ങനെ തന്നെ ആയിരിക്കാം, പക്ഷെ ചിലർക്ക് തിരിച്ചായിരിക്കാം. നമ്മുടെ വീട്ടിൽ കയറി ചെല്ലുമ്പോഴായിരിക്കും നമുക്കൊരു സന്തോഷം. നമ്മൾ ചിലപ്പോ പറയില്ലേ, ഒരു യാത്രയൊക്കെ പോയി കുറെ നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടു, ആഹാ കൊള്ളാം, നല്ല ഭംഗി, നന്നായിട്ട് എൻജോയ് ചെയ്തു. എന്നാലും അവസാനം പറയുന്ന ഒരു വാക്കുണ്ട്, എന്താണേലും വീട്ടിൽ ചെന്ന് ഒരു കുളി കഴിഞ്ഞ് നമ്മുടെ മുറിയിൽ ചെന്ന് കിടന്ന കിട്ടുന്ന ഒരു സുഖം അത് വേറെ ഒരിടത്തും കിട്ടില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അത്രയ്ക്ക് നമ്മളോട് ഇഴുകിച്ചേർന്നിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവത്തിനോട്, നമ്മളുടെ ശാരീരിക സുഖത്തിനോട്, മനസ്സിന്റെ സുഖത്തിനോട് ചേർന്നിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് കുടുംബ അന്തരീക്ഷം എന്ന് പറയുന്നത്. അത് ഈ നമ്മളുടെ വീടെന്നുള്ളൊരു കൺസ്ട്രക്ഷനെക്കാളും അതിനപ്പുറത്ത് കുടുംബം എന്നുള്ളൊരു കൺസ്ട്രക്ഷനും അതിനൊരു വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, നമുക്കൊരു ചെറിയ കാര്യമാണെങ്കിലും, നമ്മൾ പുറത്തുനിന്നുള്ള കാര്യത്തിൽ ഇറിറ്റേറ്റഡ് ആണെങ്കിലും, നമുക്ക് മറ്റെന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെങ്കിലും, വീട്ടിലൊരു ചെറിയ പ്രശ്നം മതി നമ്മൾ പെട്ടെന്ന് വല്ലാതെ അങ്ങ് പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരുണ്ട് വീട്ടിനകത്ത്. ചിലപ്പോ ഒരു തലേണ വലിച്ചെറിയുമായിരിക്കും, ചിലപ്പോ പൊട്ടുന്ന സാധനം വലിച്ചെറിയുമായിരിക്കും, ചിലപ്പോ ഒച്ചത്തി സംസാരിക്കുമായിരിക്കും, ദേഷ്യപ്പെടുമായിരിക്കും. ശരിക്കും നമ്മളിലെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം കൊടുക്കുന്നത് ഈ നമ്മള് കുടുംബത്തിൽ ചെന്ന സ്വസ്ഥതയൊന്നും ഇല്ല, അത്ര വലിയ സുഖമൊന്നും അല്ല എന്ന് പറയുന്നെങ്കിൽ പോലും നമ്മുടെ ഫാമിലിയിലേ നമുക്കത് കാണിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സത്യം. നമ്മുടെ വീടിന്റെ പടി കഴിഞ്ഞ് നമ്മൾ വെളിയോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, നമ്മളുടെ ഓഫീസ് ആയിക്കോട്ടെ, നമ്മളൊരു ബസ്സിലായിക്കോട്ടെ, നമ്മളൊരു പബ്ലിക് സ്പേസ് ആയിക്കോട്ടെ, എന്തിനേറെ പറയണം, നമ്മുടെ മതിലിനപ്പുറമുള്ള വീട്ടുകാർ കാണുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന് വിചാരിച്ചോളൂ, നമുക്കൊരു ചെറിയ മുഖം മൂടികളൊക്കെ അങ്ങ് വീഴും. നമുക്ക് ദേഷ്യം വന്നാലും, നമുക്ക് ഇറിറ്റേറ്റഡ് ആയ ഒരു കാര്യം ഉണ്ടായാലും, നമ്മൾ വീട്ടിൽ കാണിക്കുന്ന അതേ സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മൾ വെളിയിൽ കാണിക്കില്ല. നമ്മൾ കുറച്ച് മയത്തിൽ പിടിച്ചൊക്കെ നിർത്തും, വേണ്ട അത്രയ്ക്ക് അങ്ങോട്ട് പോണ്ട എന്നുള്ളൊരു രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ പിടിച്ചു നിർത്താറുണ്ട്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, വീട്, കുടുംബം എന്ന് പറയുന്ന ഒരു സംഭവം ശരിക്കും നമ്മളുടെയൊക്കെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു വലിയ സ്ഥലമാണ്. നമുക്ക് സ്വാതന്ത്ര്യം തരുന്ന, നമ്മൾ സ്നേഹിക്കപ്പെടുന്ന, നമ്മൾ പരിഗണിക്കപ്പെടുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയണ്ടേ, എല്ലാം കൊണ്ടും നമ്മളുടെ ഒരു സാമൂഹികപരമായിട്ടുള്ള പഠനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളുടെ വീട്, നമ്മളുടെ കുടുംബം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് വീട്ടിനകത്ത് അച്ഛനും അമ്മയും എങ്ങനെയാണോ അതുപോലായിരിക്കും മക്കൾ വളരുന്നത് എന്ന് പറയും. വീട്ടിനകത്ത് അന്തരീക്ഷം എങ്ങനെ സൂക്ഷിക്കുന്നു അതുപോലായിരിക്കും അതേപടി നമ്മൾ എന്ത് കാണിക്കുന്നു, അതും ചെറിയ കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ നിന്ന് കണ്ടുവരുന്ന കാര്യം ഉറപ്പായിട്ടും അവരൊരു ടീനേജിലെത്തുമ്പോൾ, അല്ലെങ്കിൽ അവരൊരു 10-22 വയസ്സാവുന്ന സമയത്താണെങ്കിലും എന്ത് അച്ഛനും അമ്മയും കാണിച്ചോ അതേപടി അവർ കാണിക്കും. റിയാക്ഷൻ ആയിക്കോട്ടെ, അവരുടെ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലുള്ള പ്രതികരണങ്ങളായിക്കോട്ടെ, അതെല്ലാം നമ്മൾ എങ്ങനെ കാണിക്കുന്നു അതുപോലായിരിക്കും. ചെറിയൊരു ഉദാഹരണം ഓർമ്മ വന്നത് പറയാം. ഒരു 2 വർഷം മുമ്പ്, ശങ്കരിക്കൊരു 5 വയസ്സ് ഉള്ള സമയത്ത്, ഞാൻ ഒരിക്കൽ എന്തോ പാത്രങ്ങൾ അടുക്കി വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പാത്രം ഒരിടത്തുനിന്ന് മറ്റൊരിടത്തോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ എന്റെ കയ്യിൽ നിന്ന് വഴുതി, സെറാമിക് പ്ലേറ്റ് ആയിരുന്നത്, താഴെ വീണങ്ങ് പൊട്ടി. അന്നേ ദിവസം ഞാൻ കുറച്ച് വയ്യായികളായിട്ട് തലവേദനയൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു ദിവസമായിരുന്നു. പെട്ടെന്ന് എന്റെ കയ്യിൽ നിന്ന് ഇത് താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആകെ ഡൗൺ ആയി. താഴെ വീണ് പൊട്ടി എന്നുള്ളൊരു ഇതിൽ ഞാൻ ഇങ്ങനെ നിൽക്കാം. ഈ കുഞ്ഞു കുട്ടി ഓടി വന്നിട്ട് പെട്ടെന്ന് ഈ പൊട്ടിയ ചില്ലിലൊന്നും കാലൊന്നും തട്ടാതെ പതുക്കെ സാവകാശം ഓടി എന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, അമ്മ പോട്ടമ്മേ, സാരമില്ല പോട്ടെ, അത് പ്ലേറ്റ് അല്ലേ, ഇത് കുഴപ്പമില്ല, അറിയാതെ സംഭവിച്ചല്ലേ, അമ്മ മനഃപൂർവ്വം പൊട്ടിച്ചതല്ലല്ലോ, അത് അറിയാതെ വീണു പോയതല്ലേ, സാരമില്ല, അമ്മ കുറച്ചേരം ഇരിക്കും,
സ്വസ്ഥമായിട്ടിരുന്നിട്ട് പതുക്കെ നമുക്ക് രണ്ടും കൂടെ ഇത് നുള്ളിപ്പറക്കി മാറ്റി വെക്കാം. ഞാൻ പറഞ്ഞോട്ടെ, എക്സാക്ട്ലി ഇതേപടി ഒരു 2 മാസം മുമ്പ്, എപ്പോഴും ഞാൻ വീട്ടില് ചില്ല് പൊട്ടിക്കുന്ന ഒരാളാന്ന് വിചാരിക്കരുത്, എന്തായാലും 2 മാസം മുമ്പ് എന്റെ കയ്യിൽ നിന്ന് പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോ ഒരു ഗ്ലാസ് എന്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിയായിരുന്നു. സാറ് അർജുൻ ഡോക്ടർ എന്താണോ എന്നോട് വന്ന് പറഞ്ഞത്, എന്നോട് വന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്, ചില്ല് പൊട്ടി ഞാനിങ്ങനെ കുറച്ചൊന്ന് അന്തം വിട്ട് നിൽക്കുകയാണ്, അയ്യോ ഇത് പൊട്ടിയല്ലോ എന്നുള്ള ഒരു ഇതില്. അപ്പൊ പെട്ടെന്ന് സാർ ഓടി വന്നിട്ട് പറഞ്ഞു, റിലാക്സ്, കുഴപ്പമില്ല, അത് കയ്യിൽ നിന്ന് അറിയാതെ പോയതല്ലേ, നീ 2 മിനിറ്റ് നിൽക്കി, എന്നിട്ട് ശ്രദ്ധിക്കുക എവിടേക്കാ ചില്ല് വീണേന്ന് നോക്കുന്നിട്ട് പതുക്കെ നമുക്ക് വരാം, നീ കൂളായിട്ട് നിൽക്കൂ എന്ന് പറഞ്ഞ അതേ ഡയലോഗ്. അതുപോലെ നീ മനഃപൂർവ്വം പൊട്ടിച്ചതല്ലല്ലോ, ഈ പറഞ്ഞ ഡയലോഗുകളെല്ലാം അതേപടി ആ കുട്ടി അതേപടിയാണ് പറയുന്നത്. ഞാൻ അവളുടെ റെസ്പോൺസിനേക്കാൾ അപ്പുറം ഓർത്തത്, ഞങ്ങൾ എന്ത് കാണിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് അതേപടി ഒപ്പിയെടുത്തോണ്ടിരിക്കുകയാണ് കൊച്ചു കുട്ടികൾ സഹിതം. നമ്മൾ ഒരാളെ വഴക്ക് പറയുന്നതായാലും നമ്മൾ ഒരാളെ ആശ്വസിപ്പിക്കുന്നതായാലും എല്ലാം അവര് പഠിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഫാമിലിയാണ്. ശരിക്കും ഫാമിലിയിൽ നമ്മൾ ആ ഒരു അന്തരീക്ഷത്തിനെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഫാമിലിയിലുള്ള ഓരോ ആൾക്കാർക്കും ഉത്തരവാദിത്വമുണ്ട്. എനിക്ക് കുഴപ്പമുണ്ടാവാം, നിനക്ക് കുഴപ്പമുണ്ടാവാം, ഇപ്പുറത്തെ ആൾക്ക് കുഴപ്പമുണ്ടാവാം, അമ്മയ്ക്ക് കുഴപ്പമുണ്ടാവാം, അച്ഛന് കുഴപ്പമുണ്ടാവാം, ഭാര്യ, ഭർത്താവ്, അനിയൻ, അനിയത്തി, എന്തു ആയിക്കോട്ടെ, അതിനകത്ത് ജീവിക്കുന്ന എല്ലാവർക്കും കുഴപ്പങ്ങൾ ഉണ്ടാവാം. പക്ഷെ അത് ക്ഷമിക്കപ്പെടാൻ സാധിക്കുന്ന, അതിനെയൊക്കെ ക്ഷമിക്കാൻ സഹായിക്കുന്ന, നമ്മളെ ആദ്യം ക്ഷമിക്കുന്ന സ്ഥലം. ഇവനൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവരൊന്നും നമ്മളുടെ കുറവുകൾ ഉണ്ടെങ്കിലും നമ്മൾ ധൈര്യം, നമുക്ക് കുറെ കുറവുകൾ ഉണ്ടെന്ന് വിചാരിക്കുക, അങ്ങനെ അത്രയും കുറവുണ്ടെങ്കിലും സധൈര്യം നമ്മൾ തല ഉയർത്തി നിൽക്കുന്ന ഒരു സ്ഥലമേ ഉള്ളൂ, അത് നമ്മുടെ വീടാണ്, നമ്മുടെ കുടുംബത്തിനകത്താണ്. അച്ഛൻ എന്നെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ എന്റെ സഹോദരങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല, സാരമില്ല, എന്റെ വീടല്ലേ, ഞാൻ നിൽക്കുന്ന സ്ഥലമല്ലേ എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വീട്, ഫാമിലി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു കുടുംബ അന്തരീക്ഷത്തിനെ സൃഷ്ടിക്കാൻ, നമ്മളെ സ്നേഹിക്കാൻ, നമ്മൾ സ്നേഹിക്കാൻ, നമ്മളുടെ കുറവുകൾ പരിഗണിക്കാൻ, അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ചേർത്ത് പിടിക്കാൻ കുറച്ചുപേർ അവിടെ ഉണ്ട്. അതുപോലെ അവർക്ക് കുഴപ്പങ്ങളുണ്ട്, കുറവുകളുണ്ട്, ക്ഷമിക്കാം, തെറ്റുണ്ട്, ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന നമ്മളും അങ്ങനെ തന്നെ ആകുന്ന തരത്തിൽ ഫാമിലിയുടെ ബാലൻസിനെ നമുക്ക് നന്നായിട്ട് സൂക്ഷിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഫാമിലിയിൽ ഒരു കുടുംബത്തിനകത്ത് നമ്മളത് ഒറ്റയ്ക്ക് ഒരിടത്തുനിന്ന് മാറി നിൽക്കുമ്പോഴാണ്, നമ്മൾ സ്വസ്ഥതയൊന്നും ഇല്ല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചില സമയത്ത് ഒറ്റയ്ക്ക് കുറെ നാൾ മാറി നിന്ന് ഓടി വരുമ്പോഴായിരിക്കും അല്ല, ഒരു കണക്ഷൻ നമുക്ക് അവിടമായിട്ട് നന്നായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ശരിക്കും ഒരു വല്ലാത്തൊരു പില്ലറാണ്, നമ്മുടെ ലൈഫിന്റെ ഒരു വല്ലാത്ത പില്ലറാണ് ഈ ഫാമിലി എന്ന് പറയുന്നത്. ഓരോ അംഗങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ഇന്നലെ നമ്മൾ ഞാൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ ഭൗതികമായ തലത്തിൽ ഞാൻ എങ്ങനെ ഞാനാകുന്നു എന്നുള്ള കണക്ഷന് ഇന്നലെ പറഞ്ഞായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഇന്ന് ഫാമിലിയെ പറ്റി ആലോചിച്ച് നോക്കുക. കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ അത്രയും ഇമ്പം തരുന്ന, അത്രയും നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളൊരു തിരിച്ചറിവോട് കൂടി അതിനെ സ്വീകരിക്കുക, അതിനെ നിലനിർത്താനുള്ള ശ്രമങ്ങൾ എപ്പോഴും നടത്തുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ കുടുംബത്തിന്റെ പ്രാധാന്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് കുടുംബത്തിന്റെ ഈ സന്തോഷത്തിനെ നിലനിർത്താൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമുക്ക് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കാണാൻ വളരെ എളുപ്പമാണ്, നമ്മളുടെ കുറ്റങ്ങൾ മറ്റുള്ളവർ കണ്ടുപിടിക്കുന്നതും വളരെ ഈസി ആയിട്ടാണ്. പക്ഷെ തിരിച്ച് കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്തിക്കൊടുക്കപ്പെടേണ്ട സ്ഥലം അത് ഇവിടെ തന്നെയാണ് എന്ന് മനസ്സിലാക്കി തിരുത്താൻ ആദ്യം നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. ഞാൻ തിരുത്തുന്നുണ്ട്, എന്റേതും തിരുത്താൻ തയ്യാറാകൂ എന്ന് അവരോട് പറയാനുള്ള ഒരു മനസ്സ്, അതിലേക്ക് പതുക്കെ പതുക്കെ എത്താൻ എല്ലാവരും ശ്രമിക്കുക. അങ്ങനെ ശരിക്കും എവിടെ പോയാലും സന്തോഷം നിറയ്ക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഓടി വരാൻ നമുക്ക് പറ്റുന്ന തരത്തിൽ നമ്മുടെ ഫാമിലിയെ റെഡിയാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ഇന്നത്തെ മെഡിറ്റേഷൻ ആ ഒരു ഫാമിലി എന്നുള്ളൊരു കൺസെപ്റ്റിനെ വെച്ച് തന്നെയാണ്. എല്ലാവരും വളരെ സ്ട്രെയിറ്റ് ആയിട്ട്, റെഡി ആയിട്ട്, കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള മെഡിറ്റേഷനിലേക്ക് നമുക്ക് പോകാം. തിരിച്ചെത്തിയോ? ഫാമിലി എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് അത് പല സ്ഥലങ്ങളിലും പല രീതിയിലും, അല്ലെങ്കിൽ ഇന്ന് ഒരിടത്തും അങ്ങനെ ഒരു നല്ല ബോണ്ട് ഇല്ലാത്തൊരു ലെവലിൽ പോവുകയാണെങ്കിലും നമ്മുടെ ഉള്ളിൽ നമ്മൾ ആ ബോണ്ടിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ആ മനസ്സിന്റെ ആ ഒരു പവറോടുകൂടി തന്നെ തിരിച്ച് ബോണ്ടിങ് കണക്ട് ആയി വന്നുകൊണ്ടേയിരിക്കും. അത് ചെറിയ കുട്ടികൾ മുതൽ എത്ര മുതിർന്നവരായിരുന്നാലും നമ്മൾ
അത് വേണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, അതിനനുസരിച്ച് പ്രവൃത്തികളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ, മനസ്സിൽ ആ ഒരു ഹാപ്പിനെസ്സിനെ നിറയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ ബോണ്ടിങ് കറക്റ്റ് ആയിട്ട് വരും. പലർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളുള്ള, വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുള്ള ഒരു സ്ഥലമാണ് ഫാമിലി. ഒരിക്കലും ഒരു ഫാമിലി പോലല്ല മറ്റൊരു ഫാമിലി, വലിയ വ്യത്യാസമാണ്. അതിനെ നമുക്ക് ഒരിക്കലും ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ സംസാരിക്കാൻ കഴിയുകയില്ല എന്നാണ്. പക്ഷേ നമ്മൾ വിചാരിച്ചാൽ, നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ, അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ ഉറപ്പായും സാധിക്കും. അപ്പൊ അതിനുള്ള ശ്രമം എല്ലാവരും നടത്തട്ടെ, എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. സന്തോഷം നിറഞ്ഞ നല്ലൊരു കുടുംബാന്തരീക്ഷം നൽകുന്ന ഒരു നല്ല ദിവസം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.